ഹായ്. സെൻ വർഗീസ് സംവിധാനം ചെയ്ത് 2025 പുറത്തിറങ്ങിയ ഒരു മലയാളം ടൈം ലൂപ്പ് സോംബി ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമയുടെ പേര് അൺഡെഡ്. ഇങ്ങനൊരു സിനിമ എത്ര ആൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാനും ഒരു വേറൊരു മൂവി കാണാൻ വേണ്ടി ഇരുന്ന സമയത്തായിരുന്നു ഞാൻ ഈ ഒരു സിനിമ കണ്ടത്. അപ്പോൾ ഈ സിനിമ ഒരു സോംബി മൂവിയാണെന്ന് അറിഞ്ഞപ്പോ മലയാളത്തിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു സോംബി മൂവി ഇറങ്ങുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും മലയാളത്തിൽ ഒരു സോംബി മൂവി ഇറങ്ങി കഴിഞ്ഞാൽ എന്നുള്ളത് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. കാരണം തമിഴിൽ ഓൾറെഡി നമ്മുടെ ജയൻ രവിയുടെ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ. പിന്നെ ഇംഗ്ലീഷിലും കൊറിയൻ സീരീസിലൊക്കെ ഒരുപാട് സോംബീസ് മൂവീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നും മലയാളത്തിൽ ഒരു സോംബി മൂവി ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എന്നുള്ളതായിരുന്നു ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഈ സിനിമയുടെ കഥ അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും പുതുമുഖ താരങ്ങളാണ്. അതിന്റെ ഒരു ചെറിയ 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 പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് അത്ര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് സിനിമ കാണുമ്പോൾ തോന്നത്തില്ല. കാരണം അതിന്റെ എഡിറ്റിങ്ങും അതിന്റെ ഒരു ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞല്ലോ, ഇതൊരു ടൈം ലൂപ്പാണ്. അതായത് ഈ സിനിമയുടെ കഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഒരു 5 സുഹൃത്തുക്കൾ അവര് ഒരു ട്രിപ്പ് പോവുകയാണ്, അതും ഒരു കാട്ടിലോട്ട്. അപ്പോൾ ഇവര് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തുകയും അവിടുന്ന് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി പോകണം എല്ലാവരും കൂടിയിട്ട്. അപ്പൊ പോണ വഴിക്ക് അവർക്ക് എന്താ പറയാ, ദുശകനം പോലത്തെ കുറെ സംഭവങ്ങളൊക്കെ ചെറിയ രീതിയിൽ കാണുന്നുണ്ട്. ഈ ഒരു സംഭവമൊക്കെ കണ്ട് അവിടെ ഒരു സ്ഥലത്ത് രാത്രി ആയ കാരണം കൊണ്ട് ടെന്റ് അടിക്കാൻ പോകും. അവിടെ ടെന്റ് അടിച്ച് നിന്ന് പിറ്റേന്ന് രാവിലെ ഈ ഒരു സിനിമയിലൊരു കഥാപാത്രം രാവിലെ ടെന്റൊക്കെ തുറന്ന് പുറത്ത് കടക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇവിടെ കൂടെ വന്ന 2 ആൾക്കാർ സോംബികളായിട്ടുണ്ടാവും. അതെങ്ങനെ ആവുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു വയസ്സായിട്ടുള്ള ഒരു സോംബി വന്നിട്ട് ഇവരെ കടിക്കുകയാണ്. ഇവരെ കടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരും സോംബി ആവുന്നു, അടുത്ത കഥാപാത്രം സോംബി ആവുന്നു. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്വപ്നം കാണുന്ന ആ ഒരു കഥാപാത്രം അവനെ എപ്പോ വന്ന് സോംബി ആവുന്നു, അവനെ എപ്പോ വന്ന് കടിച്ച് സോംബി ആവുന്നു, അപ്പൊ അവൻ ഞെട്ടി ഉണരുകയാണ്. ഞെട്ടി ഉണരുമ്പോൾ അതൊരു സ്വപ്നമായിട്ട് മാറുന്നു. വീണ്ടും അവൻ ആ സ്വപ്നം ഞാൻ കണ്ടത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ചെയ്തു നോക്കുമ്പോൾ അത് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഇതേപോലെ തന്നെ സിറ്റുവേഷൻസ് വരുന്നു. അവന്റെ കൂടെയുള്ള ആൾക്കാർ സോംബികളാവുന്നു. അതിലൊരാൾ ഇവനെ കടിക്കുന്നു, അവൻ വീണ്ടും എണീക്കുന്നു. പിന്നെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതൊരു ടൈം ലൂപ്പ് എന്ന് പറഞ്ഞില്ലേ, ഇതിങ്ങനെ കണ്ടിന്യൂ ഒരു 3-4 വട്ടം അങ്ങനെ പോവുകയാണ്. ഇവനെ കടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവൻ ഞെട്ടി ഉണരുന്നു, വീണ്ടും സെയിം സിറ്റുവേഷനിലോട്ട് തന്നെ പോവാണ്. അങ്ങനെ ഇതിന്റെ ലാസ്റ്റ് ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് ഇവൻ ആരെയൊക്കെ രക്ഷിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവന്റെ കൂടെയുള്ള ഒരു 3 ആൾക്കാർ മാത്രമാണ് ഇവർക്ക് രക്ഷിക്കാൻ പറ്റുന്നുള്ളൂ. ഇവരുമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാറിൽ പോയി. ഈ കാറിൽ കയറുന്ന സമയത്ത് ഒരു സോംബി വന്നിട്ട് ഇതിൽ ഒരു കഥാപാത്രം കടിക്കുന്നുണ്ട്. ചെറിയ രീതിയിലൊരു കടി കൊടുക്കുന്നുണ്ട്. എന്നാലും അവരെല്ലാരും കൂടി രക്ഷപ്പെട്ട് തിരിച്ച് പോകുമ്പോൾ ഒരു വഴിയിൽ വെച്ചിട്ട് നിർത്തി ഇവര് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അയ്യോ, നമ്മുടെ കൂടെയുള്ള മറ്റുള്ള ആൾക്കാരൊക്കെ സോംബികളായി മരിച്ച് പോയില്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് മനസ്സിലായത്, ഈ കാറിൽ കയറുന്ന സമയത്ത് ഇതിലൊരു കഥാപാത്രത്തിനെ സോംബി കടിച്ചിട്ടുണ്ടാവും. ആ ഒരു വൈറസ് ആ ഒരു കഥാപാത്രത്തിന്റെ മേലെ വരികയും മറ്റുള്ളവരെ കടിച്ച് സോംബികളാക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ശരിക്കും റിയാലിറ്റിയിലോട്ട് വരുന്നത്. ഇതിലിടക്ക് ഒരു 6-7 വട്ടം എങ്കിലും ടൈം ലൂപ്പ് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിലെ കഥാപാത്രം സ്വപ്നം കാണുന്നു, വീണ്ടും ഞെട്ടി എണീക്കുന്നു, വീണ്ടും അതേ സംഭവങ്ങൾ ചെയ്യുന്നു, വീണ്ടും അവനെ കടിക്കുന്നു, അവൻ മരിക്കുന്നു, വീണ്ടും ടൈം ലൂപ്പായിട്ട് അവൻ ഞെട്ടി ഉണരുന്നു. ചില സമയത്ത് ടെന്റിൽ നിന്ന് ഞെട്ടി ഉണരുന്നുണ്ടെങ്കിൽ ചില സമയത്ത് അവൻ വരുന്ന ആ ഒരു കാറിൽ നിന്നും ഞെട്ടി ഉണരുന്നു. ഇതേ സെയിം സിറ്റുവേഷൻ ഒരു 5-6 വട്ടം പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ബോറടിക്കുന്നില്ല. കാരണം അവൻ ഓരോ വട്ടം ഞെട്ടി ഉണരുമ്പോൾ അവരെ കൂടെയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. ഓരോരുത്തരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതും ഈ ഒരു സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോംബി
മലയാളത്തിൽ ഇങ്ങനൊരു മൂവി എടുക്കാൻ നമ്മുടെ ഈ സംവിധായകൻ സെൻ വർഗീസ് വിചാരിച്ച ആ ഒരു സംഭവം അത് കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ ഒന്നുകൂടി നല്ലൊരു ക്രിയേഷൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പടം ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ കാണാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഇതിപ്പോ ഞാനും അപൂർവമായിട്ടാണ് ഈ ഒരു സിനിമയെ കാണാൻ സാഹചര്യം ഉണ്ടായത്. കാരണം അൺഡഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഇംഗ്ലീഷ് മൂവി ആയിരിക്കുന്നു. പിന്നെ ഞാനത് ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ മലയാളം മൂവി, സോംബി മലയാളം മൂവിയോ, എന്തായാലും കണ്ടു നോക്കാം. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സോംബി മൂവീസ് ഇറങ്ങുന്നത്. എന്റെ അറിവിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ഹൊറർ മൂവീസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നല്ലാണ്ട് ഒരു സോംബി ആയിട്ടുള്ള ഒരു മൂവി നമ്മൾ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും കാണാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ചെറിയ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് അൺഡഡ് എന്ന് പറയുന്ന ഈ സോംബി മൂവി. അപ്പൊ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് എനിക്ക് കമന്റ് ആയിട്ട് ഷെയർ ചെയ്യണം. പടത്തിന്റെ പേര് ഒന്നുകൂടെ പറയാം, അൺഡഡ് എന്നാണ് ഈ സിനിമയുടെ പേര്. 2025 ഇറങ്ങിയ മൂവിയാണ്. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.